സമാരാധനായിട്ടുള്ള ജില്ലാധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർജി യോഗത്തിന്റെ പേരിൽ പ്രതിഷേധങ്ങളുടെ പേരിൽ ഹാർദവമായി സ്വാഗതപ്പെടുകയാണ്. ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയമായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അവർകളെ ഈ യോഗത്തിന്റെ പേരിൽ ധർണയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം നൽകുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയമായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ അനുജൻ അവരുടെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം നൽകുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ സമാദരണ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ TK അരവിന്ദാക്ഷൻ അവർ, ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, ശ്രീ PK വാസുദേവൻ, ശ്രീ പ്രണവൻ ശ്രീകുമാർ, ശ്രീ പാലമുറ്റം വിജയകുമാർ അടക്കമുള്ള നേതാക്കന്മാർ, ശ്രീ അഡ്വക്കേറ്റ് രാജീവ് കോയിക്കൽ, ശ്രീ ദേവാനന്ദ്, ശ്രീ മോനിഷ, ശ്രീ ബാബുരാജ്, ശ്രീ ബ്രിട്ടോ, ശ്രീ സജീവിദാസ്, ശ്രീ സുഭാഷ് അടക്കമുള്ള ശ്രീമതി കലാരമേഷ് അടക്കമുള്ള നേതാക്കന്മാർ, ശ്രീജിത്ത് വാസുദേവൻ അടക്കമുള്ള എല്ലാ പ്രവർത്തകരെയും ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ധർണയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം നൽകുകയാണ്. നമസ്കാരം. ആരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുമായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അവർ, സമാരാധനായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തക നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളുടെ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരം അത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ആരംഭിച്ചിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണിത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വളരെ ഗൗരവമുള്ള ഈ വിഷയം അത് ജനങ്ങളുമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. കാരണം ആലപ്പുഴയിലെ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല. ആ ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രം, ആ മെഡിക്കൽ കോളേജിനോട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവഗണന, ആ മെഡിക്കൽ കോളേജിനെ തകർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം, അത് കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ ശബ്ദമായി മാറുവാൻ തന്നെയാണ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ CPM കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച, അവിടെ BJPയുടെ നേതൃത്വത്തിൽ അവിടെ സമരം ആരംഭിച്ച സമയത്ത് അവിടെ ഒരു ആലോചനാ യോഗം വിളിച്ച MLA രാവിലെ ആലോചനാ യോഗത്തിൽ പങ്കെടുക്കുക, അതിനുശേഷം സമരം ചെയ്യുക. എന്നിട്ട് സമരത്തിലൂടെ പറഞ്ഞെന്താ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം അവിടുത്തെ 10% വരുന്ന ഉദ്യോഗസ്ഥരാണെന്ന്, അവിടുത്തെ 10% വരുന്ന ഡോക്ടർമാരും ഉദ്യോഗസ്ഥരുമാണ്, ജീവനക്കാരുമാണ് അവിടുത്തെ ഈ ശോച്യാവസ്ഥയ്ക്ക്, ഈ യുദ്ധവിലോപത്തിന്, ഈ ഗുരുതരമായ സാഹചര്യത്തിന് കാരണക്കാരെന്ന് പറഞ്ഞ് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വളരെ ഒരു രാഷ്ട്രീയ പാപ്പരത്തിന്റെ കാഴ്ചയാണ് നമ്മൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ കണ്ടത്. BJP സമരവുമായി മുന്നോട്ട് പോകുമ്പോ CPM-കാരൻ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ നാടിനോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ, ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ, 4 മരണം ആ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചു. 4 മരണം സംഭവിച്ചു. ഇത് വാർത്തകൾ വന്നതുകൊണ്ടാണ് ജനങ്ങൾ അറിഞ്ഞത്. എത്രയോ ചികിത്സാ പിഴവുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന ആ മെഡിക്കൽ കോളേജ്, നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോ ഒരു ഡോക്ടർ 36 ശസ്ത്രക്രിയയാണ് ഒരു ദിവസം നടത്തുന്നത്. എന്താണ് സാഹചര്യം? ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, ജീവനക്കാരില്ല. BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് സ്ഥാപിച്ചു കൊടുത്തിട്ട് അവിടുത്തെ ജീവനക്കാരെ നിയമിക്കാൻ കഴിയാത്ത സർക്കാർ. ഞാൻ എല്ലാം പറയാൻ പോയാൽ
ഇന്ന് വൈകുന്നേരം വരെ ഇന്ന് പ്രസംഗിക്കേണ്ടി വരും. കാലാവസ്ഥയും നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് ആ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ആശുപത്രിയെ തകർക്കാമോ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് MLA-യും മാഫിയ സംഘവുമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ മാഫിയ സംഘം അവിടെ നിന്ന് കിട്ടുന്ന ഗുണങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള, അവിടെ നടക്കുന്ന വ്യാപാരങ്ങളെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള, അവിടുത്തെ ചികിത്സാ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ഒരു മാഫിയ സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുകയാണ്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘം. ആ സഹകരണ സംഘം അവിടുത്തെ ചില കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയുമായി MLA-യുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കലാസംഘം ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില കരാറുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യസന്ധമായി എങ്ങനെ ചികിത്സ നടക്കും? അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാതെ ആസൂത്രിതമായി ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു. അങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് മരുന്ന് വാങ്ങാൻ ചെല്ലുന്ന ആ രോഗിയുടെ ബന്ധുവിനെ സംബന്ധിച്ച് 1.5 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ മരുന്നില്ലാത്ത സാഹചര്യം, അവിടെ നൂലും സൂചിയില്ല. ഇതൊരു വലിയ ഒരു ദുരന്ത സാഹചര്യമാണ്. പ്രത്യേകിച്ച് പനിയും മറ്റ് പകർച്ചവ്യാധികളും പകർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് നമ്മുടെ നാടിനെ സംബന്ധിച്ച്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. ആലപ്പുഴയിലെ ജനങ്ങളെ മുഴുവൻ രംഗത്തിറക്കിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ, ആലപ്പുഴയുടെ ചികിത്സാ കേന്ദ്രമായി ഈ മെഡിക്കൽ കോളേജിനെ പുനരുജ്ജീവിപ്പിക്കാൻ, ഇവിടെ നല്ല ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് വരെയുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികളും തയ്യാറാകണം, ജനപ്രതിനിധികൾ തയ്യാറാകണം. MP-ക്കും MLA-ക്കും ഒന്നും ജനങ്ങളോടൊരു ഉത്തരവാദിത്വമില്ല. അവിടുത്തെ വികസന സമിതി യോഗത്തിൽ അവർ പ്രസംഗിക്കുന്ന കേട്ടാൽ അവർ പ്രതിപക്ഷത്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു നാണവുമില്ലാത്ത സമീപനം, ഒരു നാണവും മാനവും ഇല്ലാത്ത സമീപനം, ജനങ്ങളോടുള്ള പുച്ഛം, അത് അവരുടെ എല്ലാ പ്രവർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ സമരത്തിൽ, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഈ സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമരത്തെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ്ണ ഉദ്ഘാടനം ചെയ്യാൻ ആരാധ്യനായിട്ടുള്ള BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ ധർണ്ണയിൽ ആധ്യക്ഷം വഹിക്കുന്ന ജില്ലാധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർ, സ്വാഗതം പറഞ്ഞ ശ്രീ വിമൽ രവീന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ അനിരുദ്ധൻ, ശ്രീ TK അരവിന്ദാക്ഷൻ, ശ്രീ G. വിനോദ് കുമാർ, ശ്രീ PK വാസുദേവൻ, ശ്രീ കുട്ടാരം ഉണ്ണികൃഷ്ണൻ, ശ്രീ പാലമുറ്റം വിജയകുമാർ, ശ്രീമതി കലാ രമേശ്, ശ്രീ ദേവാനന്ദ്, ഇവിടെ കൂടിയിട്ടുള്ള ബാക്കി എല്ലാ സഹപ്രവർത്തകർക്കും, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ പത്രപ്രതിനിധികൾക്കും സാധാരണ ജനങ്ങൾക്കും സാദര നമസ്കാരം. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ട്രെയിനിൽ സഞ്ചരിച്ചാണ് വന്നത്. അപ്പൊ ട്രെയിനിൽ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു ആലപ്പുഴക്കാരൻ, ഞാൻ ചങ്ങനാശ്ശേരി വഴിയാണ് വന്നത്, അയാൾ എന്നോട് ചോദിച്ചു എവിടെ പോകുന്നു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലപ്പുഴ പോവാണ്, ആലപ്പുഴ വഴിക്കുള്ള ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്നു എന്ന് മാത്രം. എന്താ പരിപാടി എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ മെഡിക്കൽ കോളേജിന്റെ വിഷയമാണ്. അപ്പോ ആ മനുഷ്യൻ ആലപ്പുഴക്കാരനാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായിട്ട്, അസുഖവുമായിട്ട് ഞാൻ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നു.
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഞാൻ നിരുത്തരവാദപരമായ സമീപനമാണ് സാറേ എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയത്. ചെല്ലുന്ന സമയത്ത് എന്തിനു വന്നു എന്ന് പോലും ചോദിക്കാൻ ആളില്ല. നെട്ടോട്ടം തിരിയണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ചോദിക്കാൻ ആളില്ല. ഡോക്ടർമാർക്ക് താല്പര്യമില്ല, നേഴ്സുമാർക്ക് താല്പര്യമില്ല, അന്വേഷിക്കാൻ ആളില്ല. ഇതൊരു മെഡിക്കൽ കോളേജ് തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നത് നിർത്തി. ഞാനൊരു സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്. എന്റെ കയ്യിലെ പൈസ എന്റെ ഭാര്യയുടെ മാല പണയം വെച്ച് ഞാൻ വേറൊരു ആശുപത്രിയിൽ പോയിട്ടാണ് എനിക്ക് ചികിത്സ കിട്ടിയത് എന്ന് മനുഷ്യൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിലെ ഫോട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കാലിൽ വല്ലാത്ത മുറിവ്, ആ മുറിവ് ബാധിച്ച ഭാഗത്ത് പ്ലാസ്റ്റിക് കൂടി കെട്ടിവെച്ചിരിക്കുക. എന്നിട്ട് ഒരു വീൽ ചെയറിൽ കൊണ്ടുവന്നിരിക്കുകയാണോ, വീൽ ചെയറൊന്നുമല്ല, ഒരു കസേര കൊണ്ടുവന്നിരിക്കുകയാണ് ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക്. ആ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴിയിലെ ആ OP-യിലേക്ക് കയറണമെങ്കിൽ ഇയാള് മഴ നനയണം. മഴ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇയാൾക്ക് പനിയുണ്ട്, ഇയാളുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മുറിവുമായി സെപ്റ്റിക്കായി. പാവം ഭാര്യ ഭർത്താവ് മഴ നനയാതിരിക്കാൻ കൈകൊണ്ട് തലയിൽ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഭാര്യ മഴ നനയാതിരിക്കാൻ. ഇന്നലത്തെ പ്രമുഖമായ ഒരു പത്രത്തിൽ വന്ന ഫോട്ടോയാണ്. ഞാൻ ചോദിക്കുന്നത്, ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ലേ? ഇത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെയോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയോ മാത്രം വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളം മുഴുവനും ആരോഗ്യരംഗം, കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നിരിക്കുന്നു എന്ന് വേണം വാസ്തവത്തിൽ നമുക്ക് പറയുവാൻ. ഒരു ചങ്ങാതിയുണ്ടല്ലോ മന്ത്രി, ആ മന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ വേണം. സകല സ്ഥലത്തും മേക്കപ്പ് ഇട്ടിട്ട് സിനിമാ നടിമാരിയെ വെളിയിലേക്ക് ഇറങ്ങുക. ഈ സിനിമാ നടിമാതിരി വെളിയിലേക്ക് ഇറങ്ങുന്ന വീണ വിജയൻ എന്ന് പറയുന്ന ആ വീണയുണ്ടല്ലോ, ആ വീണയ്ക്ക് ഞാൻ പഴയ വീണ വിജയനിലേക്ക് പോയി, ആ പിണറായി വിജയന്റെ. അപ്പൊ വീണ ജോർജിന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ വീണ എന്ന് വരുന്ന എല്ലാ പേരുകളും ഈ തട്ടിപ്പിന്റെ പേരുകളാവുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പൊ ഈ പൊതുരംഗം, ഈ ആരോഗ്യരംഗം ഇങ്ങനെ തകരുമ്പോ ഈ വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണോ ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്? ഇവർക്ക് ഈ കാര്യത്തെ കുറിച്ചൊരു ഉത്തരവാദിത്വം വേണ്ടേ? അപർണ എന്ന് പറയുന്ന ഒരു കുട്ടി, ഷാജിന, മൈമു, ഇവരെല്ലാം ഇവരടക്കം 4 പേര് ചികിത്സ പിഴവ് മൂലം മരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനം മൈമു എന്ന് പറഞ്ഞ സ്ത്രീ, അവരുടെ പേര് പത്രത്തിൽ വന്നത് ഞാൻ ഒറ്റ റീഡിംഗ് വായിച്ചപ്പോ അവരനുപാതം കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. ഉമൈബ, ആ ഉമൈബ അണുബാധ കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. അണുബാധ ഉണ്ടാകുന്നത് എങ്ങനെയാ? വൃത്തിയില്ലാത്തത് കൊണ്ടാണ് അണുബാധ ഉണ്ടാകുന്നത്. അണുബാധ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള വൃത്തി ഉണ്ടാവണം, ഐസിയുവിൽ വൃത്തി ഉണ്ടാവണം. അപ്പൊ ഈ ഉമൈബ അടക്കമുള്ള 4 പേരുടെ ദാരുണമായ ആ മരണം വാസ്തവത്തിൽ സർക്കാർ ചെയ്ത കൊലപാതകമാണ്. ഇത് സർക്കാരിന്റെ കൊലപാതകമാണ്. ആ വീട്ടുകാർക്ക് അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകാൻ ഈ കേരള സർക്കാർ തയ്യാറാവണം. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇനിയൊരു മരണം ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായ മരണത്തിൽ നഷ്ടപരിഹാരം കൊടുക്കണം. വീണ ജോർജ് വീണയും വായിച്ച് തെക്കും വടക്കും നടന്നതുകൊണ്ട് ആരോഗ്യരംഗം സംരക്ഷിക്കപ്പെടില്ല. വീണയുടെ കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ താഴെക്കടയിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആ ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് സാധാരണക്കാരന്റെ ദുര്യോഗത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ ജില്ലയിലാണ് ഈ മെഡിക്കൽ കോളേജ്, ഈ അമ്പലപ്പുഴയിലുള്ള ഈ മെഡിക്കൽ കോളേജ്, ഈ ആലപ്പുഴ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള
ഈ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നില്ല? അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ ഭാരതീയ ജനതാ പാർട്ടി കടത്തില്ല എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണയെ ഞങ്ങൾ തടയും. വീണയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിൽ ചോദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ഭരണഘടനാ പ്രകാരം ഭരണഘടനയെ കുറിച്ച് പറയലാണല്ലോ ഇടതുപക്ഷത്തിന്റെ ചുമതല. ഭരണഘടനയെ കുറിച്ച് പറയലാണ് വലതുപക്ഷത്തിന്റെ ചുമതല. കെ സി വേണുഗോപാൽ മത്സരിച്ചല്ലോ. ആ കെ സി വേണുഗോപാലിന്റെ ആളുകൾ എന്തേ ഈ വിഷയത്തിൽ കാര്യമായി കാര്യങ്ങളൊന്നും ചെയ്യാത്തത്? ഇവിടെ സമരം ചെയ്ത എച്ച് സലാം, ആ സലാം അമ്പലപ്പുഴ MLA. അയാളാണ് ആശുപത്രി വികസന സമിതിയുടെ ചുമതല വഹിക്കുന്നത്. ആ ആശുപത്രി വികസന സമിതി വിളിച്ചിട്ട് എത്ര കാലമായി? വാസ്തവത്തിൽ ഈ സലാം MLAക്ക് സലാം കൊടുത്ത് അമ്പലപ്പുഴയിൽ നിന്നും പറഞ്ഞേക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇവന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവരൊക്കെ MP ആയാൽ, ഇവരൊക്കെ MLA ആയാൽ നാട്ടിലെ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? നാട്ടിലെ ജനങ്ങളുടെ കാര്യമല്ലേ നോക്കേണ്ടത്? നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യരംഗമല്ലേ സംരക്ഷിക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യം. ആ ഭരണഘടനാ പ്രകാരം അടിസ്ഥാന ആവശ്യം സംരക്ഷിക്കാൻ പിണറായി വിജയനും വീണ ജോർജിനും കഴിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് പറയേണ്ടി വരില്ലേ? ആളുകൾ മരിക്കുക, സാംക്രമിക രോഗങ്ങൾ മഴക്കാലത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണോ? കൊതുകുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, സാംക്രമിക രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിണറായി വിജയൻ ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ടൂറിന് പോയി. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ടൂറ്. അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അയാൾക്ക് ഈ കാര്യത്തെ കുറിച്ചൊന്നും അറിയേ വേണ്ട. അയാൾ ടൂറിന് പോയി. ആ പണമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇവന്മാര് എന്തുമാത്രം ബഹളം വെക്കുന്ന BJPക്കെതിരെ. ഇപ്പൊ ഇവന്മാരുടെ എല്ലാവരുടെയും ആവശ്യം എന്താ അറിയോ? ഇപ്പൊ ഇവന്മാരുടെ എല്ലാവരുടെയും ആവശ്യം BJP തോൽക്കും. BJPയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും തകർക്കണം. BJPയെ കേന്ദ്രത്തിൽ നിന്നൊന്ന് താഴെ ഇറക്കണം. BJPയെ കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തില് ചാനൽ ചർച്ചയിലും നടുനീളെ വോട്ടിലൊക്കെ വലിയ ബഹളമാണ്. എന്താ പറയുക? പ്രധാനപ്പെട്ട ആവശ്യം എന്താ? BJPയെ താഴെ ഇറക്കണം. BJPയെ താഴെ ഇറക്കണം എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലുള്ള ആകെ ഒരു മുഖ്യമന്ത്രിയാ. ആ ചങ്ങാതി ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോയിട്ടില്ല, നേരെ പോയത് വിദേശത്തേക്കാ. കാരണം അയാൾക്ക് നന്നായിട്ട് അറിയാം, ഇവന്മാരല്ല ആര് കിടന്ന് ബഹളം വെച്ചാലും നരേന്ദ്രമോദി തന്നെ ആയിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നുള്ളത് അയാൾക്ക് നന്നായി അറിയുന്നതുകൊണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. ബംഗാളിലേക്ക് അയാളെ കടത്തില്ല, ത്രിപുരയിലേക്ക് കടത്തില്ല. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിലൊരു ഭരണമുണ്ടോ? എന്നാണെന്ന് കേരളത്തിലെ ഭരണം? നവോത്ഥാന യാത്രയുടെ പേര് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ബസ്സിൽ യാത്ര ചെയ്തു. എന്നിട്ട് വഴിയിൽ കാണുന്ന ആളുകൾ, അതിനെ എതിർക്കാൻ നിൽക്കുന്ന ആളുകളെ ചെടിച്ചുകൊണ്ട് തല അടിച്ചു തകർത്ത് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒരു ഭാഗത്ത് നവോത്ഥാന യാത്ര, മറുഭാഗത്ത് പുതിയ കേരളം ഉണ്ടാക്കാൻ. അയ്യോ, പുതിയ കേരളം! ആ പുതിയ കേരളം ഉണ്ടാക്കാൻ വേണ്ടി വിദേശയാത്ര നടത്തി, ലോകം മുഴുവൻ പോയി കേരളം ഉണ്ടാക്കാൻ പഠിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കേരളമില്ല, കിട്ടിയ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ചെയ്തോ? ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഒരു മാറ്റം ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടായോ? ഏതെങ്കിലും മേഖലയിലുണ്ടായോ? സാമ്പത്തിക കടബാധ്യത ഞങ്ങളുടെ നാട്ടില് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് നേരെ തൃശ്ശൂർക്ക് റോഡുണ്ട്. ആ റോഡ് പണിയാൻ ഏൽപ്പിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി പകുതി പണിയിട്ടിട്ട് പോയി. ചോദിച്ചു, ഊരാളുങ്കൽ സൊസൈറ്റി ആരാ? ഇവന്മാർക്കൊക്കെ ഷെയറുള്ള സ്ഥലമാണ്. ഈ സകല നേതാക്കന്മാർക്കും, ജയരാജനും ആ ജയരാജനും ഈ ജയരാജനും സകല ജയരാജന്മാർക്കും പങ്കാളിത്തമുള്ള സാധനമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി. ആ ഊരാളുങ്കൽ സൊസൈറ്റി അവിടെ ഇട്ടിട്ട് അവർ പോയി. എന്താ ചോദിക്കാൻ?
എന്താണ് ഇട്ടിട്ട് പോയെന്ന് ചോദിച്ചപ്പോ പൈസയില്ല കൊടുക്കാൻ, അതുകൊണ്ട് പണി നിർത്തിപ്പോയി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഗോവനോട് ചോദിക്കായിരുന്നു, ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴയിലെ ആ ബൈപ്പാസില് അവിടെ ഇങ്ങോട്ടുള്ള ലിങ്ക് റോഡില് വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുക. അവിടെ ഒരു പാലം പണിയുന്നുണ്ട്. ആ പാലം ആരെ പണിയുന്നത്? ഊരാളുകൾ സൊസൈറ്റിയാ. ഞാൻ നിങ്ങളോട് പറയാ, ആ പാലത്തിന്റെ പണി പിണറായി വിജയൻ ചത്താലും തീരില്ല എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അടുത്ത കാലത്ത് തീരില്ല. കാരണം ഇവന്മാരിൽ പൈസ ഇല്ല. ഈ പൈസ ഇല്ലാത്തത് എന്തുകൊണ്ടാ? കിട്ടിയ പൈസ കൊണ്ട് ചൂടടിക്കാൻ പോകും, കിട്ടിയ പൈസ കൊണ്ട് ബാക്കിയെല്ലാം ഏർപ്പാടും ചെയ്യും. പൈസ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ അനാപത്ത് ചെലവായിട്ട് ചെലവഴിക്കും. അയാൾക്ക് സഞ്ചരിക്കാനുള്ള കാറ്, അയാൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനം, അയാൾക്ക് സഞ്ചരിക്കുവാനുള്ള ഹെലികോപ്റ്റർ, അയാൾക്ക് സഞ്ചരിക്കാനുള്ള ഡെസ്റ്റിനേഷൻ, ഇതിനെല്ലാം കോടികൾ ചെലവാക്കുകയാണ്. മെഡിക്കൽ കോളേജില് മരുന്നില്ല. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഈ എച്ച് സലാമുണ്ടല്ലോ MLA, ഈ MLA നേതൃത്വത്തില് ഒരു പുതിയ മാഫിയ സംഘം ഉണ്ടായിട്ടുണ്ട്. ആ മാഫിയ സംഘത്തിന്റെ പണി എന്താണെന്നറിയോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാഫിയ മേഖലയാണ് അവയവ കച്ചവടം. ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ശ്രമിക്കുന്നു, എച്ച് സലാം അടക്കമുള്ള MLA-മാർക്ക് ഈ അമ്പലപ്പുഴ മെഡിക്കൽ കോളേജുമായി, ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടത്തിന് ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പിന്നിൽ പലതും ഉണ്ട്. നമ്മള് ഈ അവയവ കച്ചവടം എന്നൊക്കെ പറയുമ്പോ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നല്ലേ? ഇപ്പൊ പത്രങ്ങൾ എടുത്ത് നോക്ക് നിങ്ങൾ. അവയവ കച്ചവടം പോരാ, മരുന്ന് കച്ചവടം. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടൂ. ഈ മരുന്ന് എവിടുന്ന? മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കുന്നതാണോ? അല്ല, മെഡിക്കൽ കോളേജിൽ മരുന്നൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതുണ്ടാക്കുന്ന കമ്പനിയുണ്ട്. ആ കമ്പനിക്കാരടുത്ത് പോയിട്ട് ഒരു കപ്പ് സിറപ്പ്, ആ കപ്പ് സിറപ്പില് കണ്ടന്റ് ഉണ്ടാവില്ല, ആ കപ്പ് സിറപ്പിൽ വേണ്ട കണ്ടന്റ് ഇല്ല. എന്നിട്ട് കുറെ ശർക്കരയൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കും. എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യം അറിയുന്ന ആളാ. കാരണം ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് കൊല്ലങ്ങളായി വർക്ക് ചെയ്ത ആളാ. 10ന് 10 ഓഫറുമായിട്ട് മേടിച്ചു വെക്കും. ഇത് ഈ MLA കൂട്ടിന് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അങ്ങനെ പാരസെറ്റമോൾ മരുന്ന് പനിക്ക് കൊടുത്താൽ പനി മാറില്ല, കാരണം അത് ചുണ്ണാമ്പൊടിയാ. ഇതേപോലെ മരുന്നിൽ വ്യാജ മരുന്ന് നിങ്ങൾ കണ്ടിൽ. ഇത് കൊടുക്കുന്ന ചില പ്രത്യേക ഏജൻസിയുണ്ട്. ആ ഏജൻസിയിൽ അന്വേഷണം വന്നപ്പോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിലോ കൊല്ലത്ത് തിരുവനന്തപുരത്ത് അതിന്റെ അന്വേഷണമായി പോയ ഗോഡൌൺ മുഴുവൻ കത്തി. ആ ഗോഡൌണിലെ മരുന്ന് മുഴുവൻ കത്തി. എന്താ കാരണം? ഇതൊന്നും യഥാർത്ഥ മരുന്നല്ല. ഇത് ചെക്ക് ചെയ്യാൻ പോയാൽ, അന്വേഷിച്ചാൽ ആ മരുന്നിൽ കണ്ടന്റ് ഇല്ല. മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മരുന്ന് കഴിക്കുമ്പോ ഇപ്പൊ എനിക്ക് തീരെ സുഖമില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് വയറൊന്നും നല്ല സുഖമില്ല. അപ്പൊ ഞാൻ ഗോവനോട് പറഞ്ഞു, എനിക്ക് ഒരു മരുന്ന് മേടിച്ചു തരണം. ഞാൻ ആ മരുന്ന് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വയറിന്റെ വേദന മാറണം. ഈ ഇതേ മരുന്ന് അതിന്റെ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റാണ് അതിന്റെ അടിസ്ഥാനം. ഈ കണ്ടന്റിന് പകരം എന്തെങ്കിലും പൊടി കയറ്റി മരുന്നാക്കി കൊണ്ടുവന്നാൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതല്ലേ? അവർക്കതൊരു പ്രശ്നമേ അല്ല. അവരത് മേടിക്കും, പോകും. പനിയാണോ? പാരസെറ്റമോൾ ഡോക്ടർ എഴുതുന്ന മരുന്ന് നിങ്ങൾ നോക്കിക്കോ. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുണ്ടല്ലോ, അവന്മാർ പാരസെറ്റമോൾ എന്ന് എഴുതിയാൽ അത് ലോകത്ത് ഒരാൾക്ക് പോലും വായിക്കാൻ പറ്റില്ല. അവർ കൊണ്ടു കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകാരനെ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. കാരണം അത് അണ്ടർസ്റ്റാൻഡിങ്, അവന് അണ്ടർസ്റ്റാൻഡിങ്. അവൻ എഴുതി വെച്ചു പാരസെറ്റമോൾ. അവൻ പറയുന്ന പാരസെറ്റമോൾ, അവൻ എഴുതി കൊടുക്കുന്ന പാരസെറ്റമോൾ വേണം കഴിക്കാൻ. അവൻ എഴുതി കൊടുക്കുന്ന പാരസെറ്റമോൾ അതൊരു പ്രത്യേക കമ്പനിയുടെ, ആ കമ്പനിയുടെ ലാഭം ഈ ഡോക്ടർമാർക്ക് പോവുക, ആ ലാഭം ഈ സലാമിന് പോവുക, ആ ലാഭം ഈ വീണയ്ക്ക് പോവുക. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ വീണ എന്ന് പറഞ്ഞ ഈ മേക്കപ്പുകാരി ഉണ്ടല്ലോ, വീണ ജോർജ്, ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നല്ല അസലായ രീതിയിൽ, നല്ല ഒന്നാം തരം രീതിയിൽ മെഡിക്കൽ കോളേജും കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രിയും ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ മേടിക്കുന്നുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ യാഥാർത്ഥ്യം അത് വെളിയിൽ കൊണ്ടുവരാൻ ധാരാളം അന്വേഷണം നടക്കേണ്ടി വരും. ഈ ഗവൺമെന്റ് ഒരു അന്വേഷണവും നടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? മരുന്ന് മുഴുവൻ കത്തിച്ചു. നിങ്ങൾ അറിഞ്ഞില്ലേ, ഇതിനു മുമ്പൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു.
എവിടെ ഒരു നല്ല ആരോഗ്യമന്ത്രിയായിരുന്ന എവിടെ പോയിട്ടൊരു പീഞ്ഞാണം ഒക്കെ കിട്ടിയ ആ ചങ്ങാതി, അത് ഇവിടെ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോ എന്തായിരുന്നു വാഴ്ത്തല്? ഈ ആരോഗ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, കൊറോണ വന്ന സമയത്ത് നമ്മുടെ കൈകളിലിടാനുള്ള ആ കൊറോണയുടെ ഉറ, അതിന്റെ കിറ്റ്, കൊറോണയുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ, അതെല്ലാം മേടിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ അഴിമതിയിൽ അടിച്ചു മാറ്റിയ സ്ത്രീയായിരുന്നു CPM-ന്റെ മുൻ ആരോഗ്യമന്ത്രി. അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ ആരോഗ്യമന്ത്രി. ഇവരാരും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. ഇവരാരും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. ഇവിടെ വന്ന കരിമണല്, ആ കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്ന കർത്തയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ MLA-യും ഇവിടുത്തെ 2 മന്ത്രിമാരും, ആ മന്ത്രിമാരും എന്തേ ഈ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ നോക്കുന്നില്ല? എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ ഇവർ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് പൊതു ആരോഗ്യ രംഗത്തെ സംരക്ഷിക്കാൻ ഇവർ ശ്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഇവര് അനാസ്ഥ കാട്ടുന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ടൊരു വേഷം കെട്ട് ധർണ. ആ ധർണയിലുണ്ട് മെഡിക്കൽ കോളേജിലെ 10% തൊഴിലാളികളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. കാരണം അവന്മാരൊരു പക്ഷേ ഇവന്മാരുടെ കൂടെ ചേർന്ന് കമ്മീഷൻ മേടിക്കുന്നുണ്ടാവില്ല. സലാമും കൂട്ടരുടെയും കൂടെ കമ്മീഷൻ മേടിക്കാത്ത 10% അവിടെ ഉണ്ടാവും. ആ 10%ത്തിന്റെ പേര് വെച്ച് കമ്മീഷൻ മേടിക്കുന്നവരെ സഹായിക്കാനാണോ ഈ MLAയും മന്ത്രിയും എല്ലാം ശ്രമിക്കുന്നത്? ഇത് ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സമരം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് വായോ. നിങ്ങൾ UP അല്ലേ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്? UP-യിൽ ശിശുമരണം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ബഹളം വെച്ചവരല്ലേ കേരളത്തിലെ ആളുകൾ. പക്ഷെ ആ ശിശുമരണം എങ്ങനെയാ ഞങ്ങൾ ഇല്ലാണ്ടാക്കിയത്? UP പോയി പഠിക്ക്. വാസ്തവത്തിൽ വീണ ജോർജ് ചെയ്യേണ്ടത് ആ UP-യിലെ നമ്മുടെ യോഗി ഉണ്ടല്ലോ, ആ യോഗിയുടെ മുമ്പിൽ പോയിട്ട് ഒരു വെറ്റിലെയും അടക്കയും വെച്ച് ക്ഷമാപണം ചെയ്ത് അവിടെ നിന്ന് ആരോഗ്യരംഗം എങ്ങനെ നന്നായി നടത്താമെന്ന് പോയി പഠിക്കാനാണ് വാസ്തവത്തിൽ ഈ വീഡിയോയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വലിയ മാറ്റമാണ് ആരോഗ്യരംഗത്ത്. ഞാൻ ചോദിക്കട്ടെ, 125 കോടി, അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വികസന സമിതിയിലുള്ള ഒരു അംഗം എന്നോട് പറഞ്ഞത്. 125 കോടി ചെലവാക്കിക്കൊണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിഞ്ഞു. ആശുപത്രി പണിഞ്ഞു കൊടുക്കാനേ കേന്ദ്ര ഗവൺമെന്റിന് കഴിയൂ. ആശുപത്രിയുടെ ഉള്ളിൽ ഡോക്ടറെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല. ആശുപത്രിയുടെ ഉള്ളിൽ നഴ്സിനെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയില്ല. ആശുപത്രിയുടെ ഉള്ളിൽ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല. അതൊക്കെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സംസ്ഥാന വിഷയമാണ്. പക്ഷെ 125 കോടി ചെലവാക്കി ആരോഗ്യ രംഗത്തെ പുഷ്കലമാക്കാൻ, പുഷ്ടിപ്പെടുത്താൻ മോദി സർക്കാർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൊടുത്തു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെ ഡോക്ടർമാരെ വെക്കാത്തത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ നഴ്സുമാരെ വെക്കാത്തത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഈ പാവപ്പെട്ട ഈ ആലപ്പുഴ ജില്ലയിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് അത് ഉപയോഗം ഉണ്ടാക്കുന്ന തരത്തിൽ മാറ്റാത്തത്? പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിപ്പെന്ന് പറയുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ മാനേജിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കണക്ക് കൊടുക്കേണ്ടി വരും. അവിടെ നടക്കുന്ന മരുന്ന്, അവിടെ വിൽക്കുന്ന മരുന്ന്, അവിടെ കൊടുക്കുന്ന മരുന്ന്, അവിടെ കൊടുക്കുന്ന കുറിപ്പ്, അവിടെ കൊടുക്കുന്ന ചികിത്സ, അതിനെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടി വരും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ പാടില്ല. ഈ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞാൽ അത് ചോദ്യം വരും. ആ ചോദ്യം വരാതിരിക്കാനാണ് ഇവന്മാർ അത് വെറുതെ ഇട്ടിരിക്കുന്നത്. ചോദ്യം എന്താ? കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ആശുപത്രി, ആ ആശുപത്രി എന്തുകൊണ്ട് ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയുക്തമാക്കുന്നില്ല എന്ന ചോദ്യം. ആ ചോദ്യമാണ് BJP പറയുന്നത്. ആ ചോദ്യമാണ് BJP ചോദിക്കുന്നത്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഡിറ്റ് വരും. ആ ഓഡിറ്റിന്റെ മുമ്പിൽ ഇവർക്ക് പലതും പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, വെട്ടിപ്പും തട്ടിപ്പും നടത്തുകയാണ് ഈ സർക്കാർ. ഈ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാർ ഈ നാട്ടിൽ ഇനിയും നിലനിൽക്കണോ വേണ്ടയോ? എനിക്ക് അത്ഭുതം തോന്നുക.
ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് ഞങ്ങള് നിലവിലുള്ള കടബാധ്യത മുഴുവൻ തകർക്കുമെന്ന്. സർവ മേഖലയും തകർന്നില്ലേ? ഈ മേഖല ഏതെങ്കിലും ഒരു മേഖല ഈ കേരളത്തിൽ വികസിച്ചോ? 1957 ആദ്യത്തെ EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. 1957 EMS മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ ഈ കേരളത്തിലെ ഭക്ഷണം ഉണ്ടല്ലോ, ഭക്ഷണം, അത് ഈ കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്നത് ഗോതമ്പല്ല, റവയല്ല, ചോളമല്ല, അത് കഴിക്കുന്നത് എന്താ? അരിയാണ്. 1957 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 17 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ച നാടാണ് ഈ കേരളം. എനിക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് ചോദിക്കുക, നിങ്ങൾ 5 വർഷം കൂടുമ്പോ കൊണ്ട് കൊടുക്കല്ലേ അരി ഭക്ഷിക്കുന്ന നക്ഷത്രത്തിന്? കൊണ്ട് കൊടുക്കല്ലേ കൈപ്പത്തിക്ക്? ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? അതിന്റെ റിസൾട്ട് വരാൻ പോണേ ഉള്ളൂ. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ തലമുറ, അടുത്ത തലമുറയെങ്കിലും രക്ഷിക്കണേ. അടുത്ത തലമുറയെങ്കിലും രക്ഷിക്കണമെങ്കിൽ ഈ കള്ളന്മാരെ നിങ്ങൾ ഇല്ലാതണം. ഈ കള്ളന്മാരെ നിങ്ങൾ നിഷ്കാസനം ചെയ്യണം. ഈ കള്ളന്മാർക്കെതിരായ പോരാട്ടം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, 17 ലക്ഷം ടണ്ണ് 1957 60 വർഷം കഴിഞ്ഞില്ലേ? 2024 ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചില്ലേ? BJP ചോദിക്കുന്ന ചോദ്യമെന്ന്, കേരളത്തിലെ നെല്ലിന്റെ ഉത്പാദനമെന്ന് 17 ലക്ഷത്തിൽ നിന്നും കൂട്ടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ? 17 ലക്ഷത്തിൽ നിന്നും വളർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ? ഇല്ല. വലതുപക്ഷത്തിന് കഴിഞ്ഞോ? ഇല്ല. ഇന്ന് ഉത്പാദനം 3.5 ലക്ഷം. കേരളത്തിന്റെ നെല്ലറ ഏതാ? കേരളത്തിന്റെ നെല്ലറ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ആലപ്പുഴയ്ക്കുള്ള പേര്, ഇവിടുത്തെ ഭക്ഷ്യ സാധനമായ, മുഖ്യ ഭക്ഷ്യ സാധനമായ നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട് ഈ ആലപ്പുഴയ്ക്കുള്ള പേര് പ്രസിദ്ധമാണ്. പക്ഷെ ഇന്ന് നെല്ലുൽപാദനം 3.5 ലക്ഷം ടണ്ണായി കുറഞ്ഞിരിക്കുക. അരി മേടിക്കുന്നത് ഇന്ന് ആന്ധ്രയിൽ നിന്നാ, പിന്നെ കർണാടകയിൽ നിന്നാ, ബോംബെയിൽ നിന്നാ. പ്രിയപ്പെട്ടവരെ, അരിയില്ല. പച്ചക്കറിയുടെ കാര്യം ഞാൻ പറയണോ നിങ്ങളോട്? ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഗോപനോട് ചോദിക്കായിരുന്നു, ഈ റോഡിന്റെ ഇടതുഭാഗത്തുള്ള കായൽ, ആ കായലിന്റെ സ്ഥിതി എന്താ? ആ കായൽ അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? എന്നെ ഈ കായൽ, ആ ഇടതുഭാഗത്തുള്ള ആ തോട് പോലെയുള്ള AC കനാൽ, ആലപ്പുഴ ചങ്ങനാശ്ശേരി, അതാണ് അതിന്റെ പേര്. അപ്പൊ AC കനാൽ എത്ര കൊല്ലമായി അങ്ങനെ കിടക്കുന്നത്? എന്തേ ഈ AC കനാലിൽ ഒരു വികസനം വരാത്തത്? എന്തുകൊണ്ടാണ് AC കനാൽ ഇങ്ങനെ ദുഷിച്ചു കിടക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു, അധിക കാലം AC കനാൽ അങ്ങനെ കിടക്കില്ല. ഞങ്ങൾ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ AC കനാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വികസനമാണ് വേണ്ടത്. ഇവിടെ വികസനമില്ല. നെല്ലിന്റെ കാര്യം, പച്ചക്കറിയുടെ അവസ്ഥ, നമ്മൾ കഴിക്കുന്ന പച്ചക്കറി മുഴുവനും വിഷമാണ്. കാരണം എന്താ? അത് കൊണ്ടുവന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് 18% പച്ചക്കറിയെ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വിഷം. വിഷം തിന്ന് പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ കോളേജിലെ ആളുകൾ പോകുന്നത് ഈ വിഷം തിന്നിട്ട്. ഈ വിഷം തിന്ന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ എവിടെയാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലാണ്. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. ഭക്ഷ്യവിഷയം മാത്രമല്ല, വ്യാവസായികമായി കേരളം തകർന്നു. കരിമണല് എന്ന് പറയുന്നത് ലോകം മുഴുവനും ആവശ്യമുള്ള സാധനമാണ്. കരിമണലിലെ ധാതുക്കളിൽ നിന്നാണ് യുറേനിയം ഉണ്ടാക്കുന്നത്. നമ്മളൊന്നും ചിന്തിക്കുന്ന മാതിരിയല്ല അത്. പക്ഷെ അതൊന്നും ഉണ്ടാക്കാൻ, അതൊന്നും ചിന്തിക്കാൻ ഈ നാട്ടിലെ വ്യാവസായിക മേഖലയിൽ വളർത്താൻ ഇടതുപക്ഷം തയ്യാറല്ല. ഒരു ട്രാക്ടർ വന്നപ്പോ ആ ട്രാക്ടറെ ഓടിച്ചവരാണിവർ. ഒരു കമ്പ്യൂട്ടർ വന്നപ്പോൾ ആ കമ്പ്യൂട്ടറെ ഓടിച്ചവരാണിവർ. പ്രിയപ്പെട്ടവരെ, ഒരു പെട്ടിപ്പീഡിയയിൽ ട്രാൻസിസ്റ്റർ റെഡി വെച്ച് നല്ലൊരു പെട്ടിപ്പീഡിയ തുടങ്ങിയാൽ അവനെ ബൂർഷാസിയായി മുദ്രകുത്തി അവന്റെ കടയിൽ കൊടികുത്തി പൂട്ടിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ആ ചരിത്രം നിലനിൽക്കുന്ന കേരളം സകല മേഖലയും തകരുകയാണ്. വ്യാവസായികമായി തകർന്നു. എന്റെ മുമ്പിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ദേ പോകുന്ന കാറുണ്ടല്ലോ, ദേ പോകുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ ഉണ്ടാക്കണേ?
ഇതൊക്കെ കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. എന്തൊരു പുച്ഛമാണ് നമുക്ക്. തമിഴെന്ന് പറഞ്ഞാൽ പുച്ഛം. പ്രിയപ്പെട്ടവരെ, ആ തമിഴ്നാട്ടിലാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്നുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിക്കൂടാ? ഉണ്ടാക്കില്ല. കാരണം എന്താ? വ്യവസായികൾ വന്നാൽ വ്യവസായികൾക്ക് വേണ്ട സംരംഭം ഉണ്ടാക്കാതെ അവരെ ഓടിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കിറ്റക്സുകാർ ഓടിപ്പോയില്ലേ? സകല മേഖലയും തകർന്നു. ആരോഗ്യരംഗം മാത്രമല്ല, സകല മേഖലയും തകർന്നു. ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റോ? ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് വീട് വീടാന്തരം കയറി BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചപ്പോ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ? പല വീട്ടിലും ആളുകളില്ല, വീട് അടച്ചിട്ടിരിക്കുക. ഈ വീട്ടിൽ ആളില്ലേ എന്ന് ചോദിക്കുമ്പോ വയസ്സായിട്ടൊരു അമ്മ ഇറങ്ങി വരും, വയസ്സായിട്ടൊരു അച്ഛൻ ഇറങ്ങി വരും. ഞങ്ങൾ വന്നിരിക്കുന്നത് BJP-ക്കാരാണ്, വോട്ട് തരണമെന്ന് പറയുമ്പോ ആ അമ്മ പറയും, ആ അച്ഛൻ പറയും, വോട്ടിനൊക്കെ പോവാൻ വയ്യ മക്കളെ. അപ്പൊ ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? ഇല്ല. എത്ര മക്കളുണ്ടായിരുന്നു? 3 പേര്. എവിടെയാ 3 പേര്? കാനഡയില, ആസ്ട്രേലിയയില. സകല കുട്ടികളും പോയി. വാർദ്ധക്യത്തിൽ വിശ്രമ കേന്ദ്രമായി കേരളം മാറി. കുട്ടികൾ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. തലച്ചോറ് മുഴുവനും കേരളത്തിൽ നിന്ന് പോവുക. തലച്ചോറ് കേരളത്തിലില്ല. ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുമ്പോ പ്രിയപ്പെട്ടവരെ, ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? അല്ല, പിണറായി വിജയന്റെ മകള്, ഞാൻ നേരത്തെ പറഞ്ഞ വീണ വിജയൻ, ആ വീണ വിജയൻ എവിടെയാ തുടങ്ങിയത്? പിണറായി വിജയൻ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മകള് ഒരു സംരംഭം, IT സംരംഭം തുടങ്ങിയപ്പോ എവിടേക്കാ പോയത്? BJP ഭരിക്കുന്ന കർണാടകയിലേക്കാ പോയത്. അവൾക്കറിയാം ഇവിടെ ഇവിടെ അത് തുടങ്ങിയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു പോകുന്നത് സകല മേഖലയും തകർന്നു. അങ്ങനെ സകല മേഖലയിലും തകർച്ച നേരിടുന്ന ഈ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള കേരളമാണ്. 3.5 കോടി ജനങ്ങളെ ഉള്ളൂ. പക്ഷേ എത്ര കോടി രൂപയുടെ കടബാധ്യതയാണ് കേരളത്തിൽ? ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികൾക്കും 10,000-കണക്കിന് രൂപയുടെ കടബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കേരളം, വികസനമില്ലാതിരിക്കുന്ന കേരളം, വികസന മുരടിപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളം, ആ കേരളത്തില് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ആരോഗ്യരംഗവും തകർന്നിരിക്കുന്നു. ആരോഗ്യരംഗം തകരയല്ല, ആളുകൾ മരിക്കുക. ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവര് അണുബാധ കൊണ്ട് മരിച്ചാൽ, ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി പോകുമ്പോ അണുബാധ കൊണ്ട് മരിച്ചാൽ, വാസ്തവത്തിൽ വീണ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെ കവളം മണൽ കൊണ്ട് അടിക്കേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഒന്നാന്തര കവളം മണൽ എടുത്ത് അടിക്കണം. കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ ആശുപത്രി പോകുന്നത്? ഈ നാട്ടിൽ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി, തന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി പോകുമ്പോ അണുബാധ കൊണ്ട് മരിക്കുക. അസുഖം കൊണ്ടല്ലേ മരിക്കുന്നത്, അണുബാധ കൊണ്ട് മരിക്കുക. അണുബാധ കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അനാസ്ഥയാണ് കാരണം. അണുബാധ കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ വൃത്തിയില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് ഇതിനെതിരായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ അണുബാധ കൊണ്ട് മരിച്ച, അനാസ്ഥ കൊണ്ട് മരിച്ച ഈ 4 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, സലാം അടക്കമുള്ള എത്രയും വേഗം ആശുപത്രി വികസന സമിതി വിളിച്ചുകൂട്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം. ഓടിപ്പോയ സൂപ്രണ്ട് ആരായാലും ശരി, ആ സൂപ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരണം. ഡോക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. ഡോക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ഈ മെഡിക്കൽ കോളേജിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് വീണ ജോർജിനെയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആലപ്പുഴ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കടത്തില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട്, 2 മന്ത്രിമാർ വേറെയുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ മന്ത്രിമാരുടെ എല്ലാം കേന്ദ്രമായ ഈ ആലപ്പുഴ, ഇന്ന് ആരോഗ്യരംഗം തകരുന്ന, പിന്നോക്കക്കാർ ഏറ്റവും കൂടുതലുള്ള ആലപ്പുഴ, ഈ ആരോഗ്യരംഗം തകരുന്ന ഒരു സാംക്രമിക രോഗ കേന്ദ്രമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോ, വീണ വായിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ സംഘടിക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഈ അനാസ്ഥ അവസാനിപ്പിച്ചിട്ട് ഈ സമരം അവസാനിപ്പിക്കുക
സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ BJPയോടൊപ്പം അണിചേരണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ ഭാരതം. ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമരപരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ MD ഗോപകുമാർ അവറുകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അവറുകൾ, ഈ ധരണയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, മറ്റ് ഭാരവാഹികൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, മറ്റ് ചുമതലപ്പെട്ട പ്രവർത്തകർ, ബാക്കി സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, ഇവിടെ ഇന്ന് ഈ രീതിയിലൊരു സമര പരിപാടിയുമായി BJPയുടെ ജില്ലാ കമ്മിറ്റി എത്തിയത് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ അനാസ്ഥ തുറന്നു കാണിക്കുവാനും ആ മെഡിക്കൽ കോളേജിൻ്റെ പരിതാപകരമായ സാഹചര്യത്തിന് പരിഹാരം കാണുവാനുമാണ് ഈ സമരവുമായി ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടനത്തിലുമെല്ലാം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇല്ലാത്ത ജില്ല അത് ആലപ്പുഴ ജില്ലയാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളില്ലാത്ത ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഈ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ 125 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ വണ്ടാനത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിച്ചു കൊടുത്തു. അതിന്റെ ഉദ്ഘാടനത്തിന് പോലും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയോ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെയോ ആരെയും വിളിക്കാതെ സാക്ഷാൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തന്ത്രപൂർവം കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രിയെ അവരുടെ പിണറായിയുടെ സമയം നോക്കി വിളിക്കുകയും അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അവിടുത്തെ പ്രൊഫസർമാരുമെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ സഹായം താൽക്കാലികമായി തടയുകയായിരുന്നു പിണറായി വിജയൻ. ആലപ്പുഴയുടെ പ്രത്യേകത ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിൽ ഇത്രയും കർഷക തൊഴിലാളികൾ ആശ്രയിക്കുന്ന, ഇത്രയും കയർ തൊഴിലാളികൾ ആശ്രയിക്കുന്ന, ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന, കശുവണ്ടി തൊഴിലാളികൾ ആശ്രയിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളി വർഗം ലക്ഷക്കണക്കിന് താമസിക്കുന്ന അവരുടെ ആശ്രയവും അഭയവുമായ കേന്ദ്രമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. മറ്റൊരു ജില്ലയ്ക്കും ഇല്ലാത്ത പ്രത്യേകത ആലപ്പുഴയ്ക്ക് അങ്ങനെയാണ് ഉണ്ടായത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനും വേണ്ടുന്ന പ്രത്യേകത അതാണ്. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ ദൈനംദിനം ഉണ്ടാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും പരിഹാരം കണ്ടെത്താനും വേണ്ടി സർക്കാർ നിർദ്ദേശാനുസരണം സംഘടിപ്പിച്ചിട്ടുള്ള ആശുപത്രി വികസന സൊസൈറ്റി കൂടിയിട്ട് നാളുകളായി. ജില്ലയുടെ
ബഹുമാന്യനായിട്ടുള്ള ജില്ലാ കളക്ടർ അധ്യക്ഷനും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ട് കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന കാര്യങ്ങളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത്. പക്ഷേ ആശുപത്രിയിൽ അങ്ങനെ ഒരു കമ്മിറ്റി കൂടിയിട്ട് നാളുകൾ ഏറെയായി. ബഹുമാന്യനായ ഇപ്പോഴത്തെ കളക്ടർ ചാർജ് എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കമ്മിറ്റി കൂടിയിട്ടില്ല. ആലപ്പുഴയിൽ കളക്ടർമാർ സ്ഥിരമായിട്ട് ഇരിക്കാറില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇരിക്കുന്ന കളക്ടർക്ക് മുൻപ് ഒരു കളക്ടർ ചാർജ് എടുക്കുകയും അദ്ദേഹം ജില്ലയാകമാനം യാത്ര ചെയ്ത് ജില്ലയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഇരുന്നപ്പോൾ ഒരു വികസന സമിതി യോഗം നടന്നു. ആ വികസന സമിതി യോഗത്തിന് ആശുപത്രി കാമ്പൗണ്ടിലോട്ട് കടന്ന ബഹുമാനായ കളക്ടർ ആശുപത്രി കോമ്പൗണ്ടിലെ വാഹനത്തിലൂടെ നടന്നു വന്ന് കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം, ഇതൊരു മെഡിക്കൽ കോളേജ് ആണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ മെഡിക്കൽ കോളേജും അതിന്റെ പരിസരവും കണ്ടാൽ നിങ്ങളൊന്ന് നോക്കണം. അതിന്റെ പടിഞ്ഞാറേ സൈഡിൽ കൂടെ ഒന്ന് റൗണ്ട് ചുറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അത്രയും പരിതാപകരമാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പരിസര ശുചീകരണത്തിന് പോലും അമാന്തമാണ്. ആ കാര്യങ്ങൾ താല്പര്യമെടുത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കമ്മിറ്റി പോലും വിളിക്കാതെ ഒരു മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് BJPയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നത് വെറുതെയല്ല. സാധാരണക്കാരന്റെ അഭയകേന്ദ്രമാണ്. അവിടെ ഡോക്ടർമാരില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങൾ നോക്ക്, 6 ഡോക്ടർമാരുടെ വേക്കൻസി വന്നിട്ട് വർഷങ്ങളായി. ആലപ്പുഴയിൽ 6 പ്രധാന ഡോക്ടർമാരുടെ ഒരാളെ പോലും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സ്, ഫാർമസിസ്റ്റ് തുടങ്ങിയ 40ഓളം പേരുടെ വേക്കൻസി ഉണ്ട്. പക്ഷേ ഒരാളെ പോലും അപ്പോയിന്റ് ചെയ്യാൻ ഇന്നുവരെ കേരള സർക്കാർ തുനിഞ്ഞിട്ടില്ല. പകരം താൽക്കാലിക വേതനത്തിൽ MLA ശുപാർശ ചെയ്യുന്ന ആൾക്കാരെ സൂപ്രണ്ട് അങ്ങ് അപ്പോയിന്റ് ചെയ്യുക. എത്ര വർഷങ്ങളായിട്ട് നടക്കുന്നു. എംപ്ലോയ്മെന്റ് PSC അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേണം നിയമനമെന്ന് നിയമം നിലവിലിരിക്കെ, അങ്ങനെ സർക്കാർ നിർദ്ദേശം നിലവിലിരിക്കുകയാണ്. അമ്പലപ്പുഴ MLA H. രാമന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പറയുന്ന ആൾക്കാരെയാണ് അവിടെ താൽക്കാലിക നിയമനം നടത്തിക്കൊണ്ട് ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിലെ ജില്ലയുടെ പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഏറ്റവും പാവപ്പെട്ടവരായ ആൾക്കാർ. നമ്മളൊന്ന് രാവിലെ ഇതേവരെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കണം. രാവിലെ ഒരു 1500 പേരെങ്കിലും ക്യൂവിൽ കാണും OP ടിക്കറ്റ് എടുക്കുവാൻ. OP ടിക്കറ്റിനുള്ള പേപ്പർ അല്ലാതെ ഡോക്ടർക്ക് ഒരു മരുന്ന് കുറിക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള പേപ്പറില്ല. ഇന്നത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, നോട്ട് ബുക്കിന്റെ പേപ്പർ, നോട്ട് ബുക്കിനകത്ത് പേപ്പർ വലിച്ചു കയറിയിട്ടാണ് ഡോക്ടർമാർ കുറിക്കുന്നത്. നിരവധിയായിട്ടുള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ ആലപ്പുഴയിലുണ്ട്. പക്ഷേ അവർക്ക് കൂടി ചീത്തപ്പേര് കിട്ടത്തക്ക രീതിയിൽ പല ഡോക്ടർമാരുടെയും ഭാഗത്തു നിന്നുള്ള പിഴച്ച നടപടി കാരണം ആലപ്പുഴയിലെ പാവങ്ങൾക്ക് ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നു. നമ്മളൊരു അപകടം പറ്റി, ആക്സിഡന്റ് പറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ ആക്സിഡന്റ് പറ്റിയ ആളെയും കൊണ്ട് ചെന്നാൽ നമ്മളെ അവിടുന്ന് ആ രോഗിയുമായി വേറെ ഏതെങ്കിലും സ്വകാര്യ എറണാകുളത്തോ തിരുവല്ലയിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ അയാളെ കൊണ്ടുപോകാൻ വേണ്ട റെക്കമെൻഡേഷനുമായി ഒരു സംഘം അവിടെ കൂടും. ഇവിടെ കിടത്തരുത്, ഇവിടെ കിടത്തിയാൽ നിങ്ങളുടെ അമ്മ മരിച്ചു പോകും, ഇല്ല അച്ഛൻ മരിച്ചു പോകും, ഇവിടെ നല്ല ചികിത്സ കിട്ടത്തില്ല. അവിടെ എത്രയും പെട്ടെന്ന് നമുക്ക് എറണാകുളത്തിന് കൊണ്ടുപോകണം, ഇല്ല തിരുവല്ലയെ കൊണ്ടുപോകണം. കാര്യം മറ്റ് ആശുപത്രികളിലെ ഏജന്റന്മാര് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിലസുകയാണ്. അങ്ങനെ മറ്റ് ആശുപത്രികളിൽ കൊണ്ടുപോകാൻ നിർബന്ധിതരാവുകയാണ്. സത്യത്തിൽ പാവപ്പെട്ടവന് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കേണ്ട സ്ഥാപനമല്ലേ ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് BJP വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം ഏറ്റെടുത്തത്. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് വളരെ നല്ല രീതിയിൽ പറയേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിലെ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ആയുഷിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയെ ഒരു ആരോഗ്യ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുവാൻ
ഉള്ള പരിശ്രമം നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെ തുരങ്കം വെച്ചുകൊണ്ട് ഉള്ള മെഡിക്കൽ കോളേജിനെ പോലും, ഉള്ള വണ്ടാനത്തെ മെഡിക്കൽ കോളേജിനെ പോലും തകരാറിലാക്കുന്ന സമീപനമാണ് പിണറായിയുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ കേന്ദ്ര സർക്കാരും മോഡി സർക്കാരും തയ്യാറാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആലപ്പുഴയുടെ വികസനം. ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാൽ തീർച്ചയായും ആ വികസനം നടപ്പാകും. പക്ഷെ ആലപ്പുഴയെ തകർക്കാൻ ആസൂത്രിതമായ നീക്കം ഉണ്ടായിട്ടുള്ളത് CPM-ന്റെ ഭാഗത്തു നിന്നാണ്. സജി ചെറിയാനാണ് ഇവിടുത്തെ CPM-നെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജില്ലാ അധ്യക്ഷൻ MP ഗോപകുമാറിന്റെ നാട്ടുകാരനാണ്. ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് CPM-നെ നിയന്ത്രിക്കുന്നത്. CPM-ലുള്ള നല്ല ആൾക്കാർക്ക് പോലും ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം അടിമുടി അഴിമതി നടത്തുകയാണ് ആലപ്പുഴ ജില്ലയിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ. കാര്യം ആരും അറിയത്തില്ലല്ലോ, വലിയ പരാതിയും വരത്തില്ല. ആകെ പരാതി അവിടെ അഡ്മിറ്റ് ആകുന്ന അച്ഛൻ ഇല്ലേ, അമ്മ ഇല്ലേ, ഭാര്യ മരിക്കുമ്പോഴാണ് ആ കുടുംബം ഒന്ന് കരയുന്നതും ഒരു പരാതിപ്പെടാൻ ശ്രമിക്കുന്നതും. അങ്ങനെ പരാതിപ്പെടുന്നവരെ നിരുത്സാഹപ്പെടുത്താനും അതിനു വേണ്ടിയുള്ള സംവിധാനം CPM എന്ന പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടി നടന്നു. സലാം MLA-യുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി CPM-ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണിപ്പൊടിയുടെ സമരമായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തകർത്തയിലെ പ്രധാന പങ്ക് CPM-നാണ് പങ്ക്. സത്യത്തിൽ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് എത്രയോ ഉയർന്ന നിലവാരത്തിൽ വരേണ്ടതാണ്. തിരുവനന്തപുരത്തും കോട്ടയത്തും നമ്മൾ ആലപ്പുഴയിലെ ഒരു അപകടം പറ്റി, എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട് എന്ന് കണ്ടാൽ ആദ്യം തന്നെ അവിടുത്തെ ഡോക്ടർമാർ പോലും ചിലപ്പോൾ പറയും നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം. സത്യത്തിൽ ഇവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടാണോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനുള്ള കെട്ടിടം, ബിൽഡിംഗ് കൃത്യമായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ പണിത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിങ്ങൾ പോയി നോക്കണം. ഫുള്ളി AC ആണ്. എല്ലാ സംവിധാനമുള്ള വൃത്തിയുള്ള ശുചിയായിട്ടുള്ള കെട്ടിടമാണ്. പക്ഷെ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണ്ടേ? ആലപ്പുഴ ജില്ലയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ അമാന്തിക്കുന്ന ആരോഗ്യ വകുപ്പിനെതിരെയാണ് BJP-യുടെ ഈ സമരം. കേരളം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ശരിക്കും 60 വർഷം പിന്നോട്ടാണ് കേരളം പോയിരിക്കുന്നത്. നമ്മൾ പറയും വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി എല്ലാ രീതിയിലും നമ്മൾ മുമ്പിലാണെന്ന്. നമ്മൾ മുമ്പിലല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഉച്ച ചോദിച്ചു വരുമായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒരു മലയാള സിനിമയെ കണ്ടിട്ടില്ലേ, ജഗതിയും ഭാര്യയും മോനും കൂടെ വീട്ടിലോട്ട് ചെല്ലുന്നത്. കാര്യം UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ഉള്ള വെള്ളപ്പൊക്കം കാരണം പാവപ്പെട്ടവരും സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിന് മുമ്പിൽ വന്ന് കൈനീട്ടും, കുടുംബസമേതം വന്ന് നമ്മളുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അവർക്കിടാൻ ആവശ്യമായ വസ്ത്രം ചോദിക്കും, ഭക്ഷണത്തിനുള്ള ഭക്ഷണം ചോദിക്കും, അരി ചോദിക്കും, പൈസ ചോദിക്കും. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും കാണുന്നുണ്ടോ? ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ബീഹാറിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ UP-യിൽ നിന്നോ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് വെള്ളപ്പൊക്കമാണ് സഹായിക്കണമെന്നും പറഞ്ഞ് ഏതെങ്കിലും മലയാളികളുടെ വീട്ടിൽ കേരളത്തിൽ വന്ന് കൈനീട്ടാൻ അവർ തയ്യാറല്ല. ഒരാളും വരുന്നില്ല. കാരണം എന്താ? അവിടെ ആവശ്യത്തിന് തൊഴിലുണ്ട്, ആവശ്യത്തിന് കിടപ്പാടമുണ്ട്, ആവശ്യത്തിന് കൃഷിയുണ്ട്, ഭക്ഷ്യവസ്തുക്കളുണ്ട്. പട്ടിണി ഇല്ലാതാക്കി നരേന്ദ്രമോദിയുടെ സർക്കാർ. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ, കേരളത്തിൽ തൊഴിലില്ല. വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വിദേശത്ത് പോവുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ, ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ നമുക്ക് കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. കൈപിടിച്ചുയർത്തുക എന്ന് പറഞ്ഞാൽ താഴെയാണ് കേരളം. കേരളം ഏറെ താഴെ പോയിരിക്കുന്നു. എല്ലാ മേഖലയിലും കേരളമാണ്. പക്ഷേ കേരളം എന്നുള്ള അഭിമാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ആലപ്പുഴ ജില്ലയുടെ അവസ്ഥ പരിശോധിച്ചാൽ മതി. ആരോഗ്യ മേഖല മാത്രമല്ല, സർവ്വ മേഖലകളും തകർത്തു കളഞ്ഞ ജില്ലയാണ് ആലപ്പുഴ. ഇതിന് കാരണക്കാരായവരെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ സാധിച്ചാലാണ്
തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് കേരളത്തിന്റെ വികസനം തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം നീട്ടുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ഘടകം ഈ രീതിയിലുള്ള ഒരു സമര പരിപാടി കളക്ടറേറ്റിന് മുമ്പിൽ നടത്താൻ ആഗ്രഹിച്ചത് ആലപ്പുഴ ജില്ലയുടെ ഭരണാധിപനായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കളക്ടർ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുകയും എത്രയും പെട്ടെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളടങ്ങുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് വികസന സമിതി യോഗം വിളിക്കുകയും ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും വേണം. എന്ന് മാത്രമല്ല, അവിടുത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം. അവിടെ കയ്യബദ്ധം കാരണമാണെന്ന് ഡോക്ടർമാർ പറയുന്ന ചികിത്സ അങ്ങനെ മനഃപൂർവമായും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ആ ഡോക്ടർമാർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കൂടി ഞങ്ങൾ ഇത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ? എത്ര ജീവനാണ്? 4 പേരാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ആ 4ന്റെയും കുടുംബക്കാർ പറയുന്നു ഇത് ഡോക്ടർമാരുടെ അനാസ്ഥയാണ്, മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയാണ്. എത്രയോ പാവപ്പെട്ടവരാണ്. ഞാൻ അതിന്റെ ചരിത്രമൊന്നും പറയുന്നില്ല, നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചതാണ്. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇനി ഒരു നരഹത്യ നടക്കാൻ പാടില്ല എന്ന് നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ ഈ സമരപ്പന്തലിൽ എത്തിച്ചത്. അതുകൊണ്ട് ബഹുമാന്യനായ ആലപ്പുഴ ജില്ലാ കളക്ടറും മറ്റ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സത്വരമായ ശ്രദ്ധയും നടപടിയും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ധർണയിൽ പങ്കെടുത്ത എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സഹജീവികൾക്കും നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനെ പറ്റി പാർട്ടിയുടെ പ്രിയങ്കനായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. പതിറ്റാണ്ടുകളായിട്ട് ആലപ്പുഴയിലെ സാധാരണക്കാരന്റെ ആശാകേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ആശുപത്രി പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സാധാരണക്കാരന്റെ ശോഭണമാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് കടന്നു പോകുന്നൊരു അവസ്ഥ. അത്തരമൊരു സാഹചര്യം നിലവിൽ വന്നിട്ട് കാലങ്ങൾ ഏറെയാകുകയാണ്. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ചിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചികിത്സാ പിഴവ് മൂലം ദൈനംദിനം ആളുകൾക്ക് അപകടം നേരിടുന്ന ഒരിടമായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മാറിയിരിക്കുന്നു. പ്രസവത്തെ തുടർന്ന് യുവതികൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ദൈനംദിനം അവിടെ ഏറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രസവം നിർത്തുവാൻ പോകുന്ന സ്ത്രീകൾക്കും ഇതേ ദുരവസ്ഥ തന്നെ തുടർന്നു പോകുമ്പോൾ ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ ശവപ്പുറമ്പാകുന്ന ഒരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ആ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ അവിടുത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്യാഹിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടില്, നമ്മുടെ പൊതുസമൂഹത്തില്, നമ്മുടെ വീട്ടില് ഒരു അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ചികിത്സ തേടുന്ന ഒരിടം എന്ന നിലയിൽ ഈ ആലപ്പുഴയില് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി ഒരു 15-20 പേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുചെന്നാൽ ഇത്രയും ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യം ആ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആശുപത്രിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചു, അത്തരത്തില് ആശുപത്രി പരാധീനത കൊണ്ട് നിറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ആ ആശുപത്രിയില് വലിയ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തും തിരുവല്ലയിലുമൊക്കെ അടക്കമുള്ള സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു തരം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കുന്ന
ഒന്ന് അമ്പലപ്പുഴയുടെ MLA ആയിട്ടുള്ള H സലാമും ആശുപത്രി സൂപ്രണ്ടായിട്ടുള്ള അബ്ദുൾ സലാമും എന്ന് പറയുന്ന ഈ രണ്ട് സലാംമാർ ചേർന്നുകൊണ്ടാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഈ സാധാരണ ജനങ്ങളോട് BJP ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ നമ്പർ 1 ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ MLA ആയിട്ടുള്ള H സലാം അടക്കമുള്ള ആളുകൾ മൗനം പാലിക്കുന്നതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിൽ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം ആദരണീയനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ ഒരു സായാഹ്ന ധർണ BJP സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണയുമായി BJP മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കണം. മരണങ്ങൾ തുടർക്കഥയാകുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ നികത്തിക്കൊണ്ട് സാധാരണക്കാരന് ചികിത്സ നൽകി അവന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാലം വരെ ഭാരതീയ ജനതാ പാർട്ടി തുടർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഇത്തരത്തിൽ ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. പ്രിയമുള്ളവരെ, സാധാരണക്കാരന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചികിത്സ തേടിയെത്തുന്ന ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരമുഖങ്ങൾ തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സമരത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് ഈ സമരത്തിന് അധ്യക്ഷ പദം അലങ്കരിച്ച പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ആലപ്പുഴയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഏറെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർജിക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയ ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനുള്ള നന്ദി ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തില് മുഖ്യ പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന സമിതി അംഗം ശ്രീമാൻ കൊട്ടാരം ഉണ്ണികൃഷ്ണൻജിക്കുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ, ഈ പ്രതിഷേധ ധർണ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന മണ്ഡലം പ്രസിഡന്റുമാർ, പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, മോർച്ചകളുടെ നേതാക്കന്മാർ അടക്കമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഇന്ന് ഈ കളക്ടറേറ്റിന് മുന്നിൽ നടന്നിട്ടുള്ള സമരം അതൊരു തുടർ സമരത്തിന്റെ ഭാഗമാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ സത്വര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുവരെ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ആലപ്പുഴ ജില്ലയിലെ നിയോജകമണ്ഡലം ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പൊതുസമൂഹത്തെ ഈ വിഷയം ബോധ്യപ്പെടുത്താനും തുടർന്ന് കളക്ടറേറ്റ് മാർച്ച് അടക്കമുള്ള വലിയ സമരപരിപാടികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടക്കും. ഈ സമരത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഭരണാധികാരികളും ജനപ്രതിനിധികളും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ആലപ്പുഴയിലെ സാധാരണക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.